അങ്ങനെ ഇക്കൊല്ലത്തെ അങ്ങാടിക്കാവിലെ വേലയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു ലോറിയുടെ സൗണ്ട് കേട്ടപ്പോൾ വന്ന് നോക്കിയതാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ആനകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആനേനെ ഇറക്കണ കാഴ്ചയാണ് കേട്ടോ അത്. ആന ഇറങ്ങി വരുമ്പോഴേക്കും ആനയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള ചേച്ചിമാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശർക്കര, തണ്ണിമത്തൻ, പഴമൊക്കെ കൊടുക്കുകയാണ് ആനയ്ക്ക്. ആന അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പൂരം കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ആളുകൾ നിൽക്കണമെന്നാവോ, അതും ഈ ചൂടത്ത്. എന്തായാലും അവരെ സമ്മതിക്കണം അല്ലേ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. ആനയുടെ മുകളിലുള്ള ശിവനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വേറൊരു ഭാഗത്തെ വേലയാണ് കേട്ടോ ഇത്. അങ്ങനെ നിരന്ന് നിന്ന ആനകളൊക്കെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവരുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ. എല്ലാവരുടെ കൂടെ ഓരോ ആൾക്കാരുണ്ട്. ചേച്ചി ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ ഫുഡിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും കുട്ടികളും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലെത്തിയിട്ട് കണ്ടിട്ട് പിന്നെ ഒരുമിച്ച് കൂടാമെന്നാണ് കേട്ടോ പ്ലാന്. അപ്പോൾ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ അവിടെ അടുത്തുള്ള രമ്യ ചേച്ചീനെ കണ്ടു. അപ്പോൾ രമ്യ ചേച്ചിയോട് സംസാരിക്കണതാണ് കേട്ടോ ഇത്. ഏട്ടാ ഞങ്ങൾക്ക് മേടിച്ചോ. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിത്തന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇച്ചുട്ടന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതും പിടിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കറങ്ങി നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ചുട്ടൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പൂരൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പൊരിക്കച്ചവടക്കാരുടെ അടുത്ത് എത്തി കേട്ടോ. കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനപ്പൂരൊക്കെ കഴിഞ്ഞ് ആനകൾ മടങ്ങുകയാണ് കേട്ടോ. ആനകൾ മടങ്ങണ കാഴ്ചയാണിത്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉഗ്രം വെടിക്കെട്ടും ഉണ്ടായിരുന്നു.
എടുത്തോ. അങ്ങനെ വെടിക്കെട്ടിൻ്റെ ഇടയിൽ ചേച്ചിയുടെ 2 ഫ്രണ്ട്സിനെ കണ്ടു. ചേച്ചി അവരോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെയൊക്കെ നിന്നു. അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. അപ്പോൾ പൂരം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.